കോഴിക്കോട് ഞാവൽപ്പാട്ടം എന്ന് കരുതി വിഷക്കായ കഴിച്ച 3 വിദ്യാർത്ഥികൾ കൂടി ആശുപത്രിയിൽ ചികിത്സ തേടി. മുഖത്തും ചുണ്ടിലും വീക്കവും ചൊറിച്ചിലും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ ചികിത്സ തേടിയത്. നേരത്തെ ചികിത്സ തേടിയ വിദ്യാർത്ഥിക്കൊപ്പമാണ് 3 പേരും വിഷക്കായ കഴിച്ചത്. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, കൂടുതൽ കുട്ടികൾ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യം വരികയാണ്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇനിയും കൂടുതൽ കുട്ടികൾ ഉണ്ടോ ഈ കൂട്ടത്തിൽ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഞാവൽപ്പഴം എന്ന് കരുതി കാട്ടുപഴം കഴിച്ച ഒരാളെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും ശേഷം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ 3 കുട്ടികൾ കൂടി ഇത്തരത്തിൽ ഈ കാട്ടുപഴം കഴിച്ച് വീണ്ടും ദേഹാസ്വസ്ഥയും അതോടൊപ്പം ചൊറിച്ചിലുമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ചുണ്ടിനും മുഖത്തും വീക്കവും ദേഹത്ത് ചൊറിച്ചിലും ഒക്കെ വന്നതിനെ തുടർന്നാണ് വീട്ടുകാർ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വട്ടോളി MJ ഹയർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഈ കാട്ടുപഴം കഴിച്ചതിനെ തുടർന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതും അതിനുശേഷം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നതും. ഞാവൽപ്പഴം എന്ന് കരുതി കുട്ടികൾ കഴിച്ചത് ചേരിന്റെ പഴമാണെന്നാണ് ഇപ്പോൾ നാട്ടുകാരും അതോടൊപ്പം ആശുപത്രി അധികൃതരും പറയുന്നത്. ആരുടെയും നില സാരം ഇല്ല. അതോടൊപ്പം ആദ്യം ആശുപത്രിയിലായ കുട്ടിയുടെ നിലയാണ് അല്പം ഗുരുതരമായിട്ടുള്ളത്. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവർ 4 പേരും ഒരുമിച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു ഞാവൽപ്പഴം എന്ന് കരുതി ചേരിന്റെ പഴം കഴിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കോഴിക്കോടാണ് ഞാവൽപ്പഴം എന്ന് കരുതി വിഷക്കായ കഴിച്ച 3 വിദ്യാർത്ഥികൾ കൂടി ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ആദ്യം ചികിത്സ തേടിയ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.